അങ്ങനെ കൈസ് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഞങ്ങളുടെ ക്ലാസ്സിന് കയറാനായിട്ട്. ഞങ്ങൾക്ക് മാസ്കും ഹെഡ് ക്യാപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ട് ആപ്ലിക്കേഷൻ ഫോമൊക്കെ തന്ന് ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. എപ്പോഴും ഞങ്ങളതാണ്, ബാക്കിയെല്ലാം അവരിവിടെ തന്നതാണ്, ക്യാഷ് കൊടുത്താട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് ഞങ്ങൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാനാണ് പഠിച്ചത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് 1.5 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഞങ്ങളെ വിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ കുബ്ര, ഞാൻ കുറുബ എന്നാണ് വിളിക്കുന്നത്. ഇവളാണ് നമുക്ക് ഫുഡ് കൊണ്ടു തന്നത്, രാവിലെ കേക്ക് കൊണ്ടു തന്നത് ഇവളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട്. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ കോളേജിന് ഏറ്റവും വലുതെന്ന്, പക്ഷേ ഇത് അതിനെക്കാട്ടി വലുതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തോട്ടാണ് ഇറങ്ങിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ആ ഒരു കേക്കിൻ്റെ പുറത്ത് എത്ര നേരം പിടിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കരുതി ഒരു ബിരിയാണി തന്നെ അങ്ങ് കഴിക്കാമെന്ന്. അപ്പോൾ ഇവിടെ 100 രൂപയുള്ളൂ ഗൈസ്. ഒരു നല്ല ഡീസൻറ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്താണ് ഈ ഫീനിക്സ് മാള്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ പോയിൻ്റ് അന്നൊന്നും വേണ്ട, പിന്നീട് ഒരു ദിവസം മൊത്തത്തിൽ ഫീനിക്സ് മാള് കാണാം. കാരണം ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് അടുപ്പിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന ക്രിസ്മസ് ട്രീ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഞങ്ങൾ വരുന്നതിൻ്റെ തലേദിവസമൊക്കെ റീൽസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ അത്യാവശ്യം മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബായിരുന്നു ഗൈസ്. ബട്ട് നൈറ്റാണ് അടിപൊളി, നൈറ്റ് നല്ല വ്യൂ ആണ്. ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യും. കാരണം ഞങ്ങൾ ഇവിടെ കോളേജിൽ വന്നതിന് ശേഷം ഉച്ചവരെയും ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ മൊത്തം ഞങ്ങൾ ഈ ഫീനിക്സ് മാൾ തന്നെയാണ് കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്ന ദിവസം തന്നെ ജസ്റ്റ് ഒന്ന് കയറാം, ബിരിയാണി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എനർജി കിട്ടി, അപ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു യോഗോട്ടും മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇവിടുത്തെ കോളേജിൻ്റെ പ്രത്യേകത ഉണ്ട് ഗൈസ്, ഒരുമാതിരി NH ബൈപ്പാസ് പോലെയാണ് ഇവിടുത്തെ ഹോസ്റ്റൽ. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഫ്രണ്ടിലും, ഹോസ്റ്റൽ അങ്ങ് അറ്റവുമാണ് ഗൈസ്. അങ്ങ് അറ്റം വരെ ഞങ്ങൾ നടന്നു പോയി. ലിഫ്റ്റൊക്കെ അടിച്ച് പോകാൻ കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ ലിഫ്റ്റൊന്നും അടിച്ചിട്ട് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂം എത്തി നല്ല ക്ഷീണിച്ചത്. ഇവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങിയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോണ് ഗൈസ്. ബൈ.